ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്കുള്ള ഒരു വീഡിയോയാണ് ഞാൻ ഇന്ന് പറയുന്നത്. അവർക്ക് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക, അതിൽ എങ്ങനെയാണ് അവരുടെ പേര് കൊടുക്കുക, പ്രൊഫൈൽ എങ്ങനെ വെക്കുക, ബാനർ എങ്ങനെ സെറ്റ് ചെയ്യുക, അതൊക്കെ ഇന്ന് ഈ ഒറ്റ വീഡിയോ ഞാൻ നിങ്ങൾക്കുമായി പരിചയപ്പെടുത്തി തരാം. ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ പോരാ, ഞാനിടുന്ന യൂട്യൂബിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ പല ഐഡിയകളും കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായി ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി നിങ്ങൾ പ്രസ് ചെയ്യാൻ ഞാൻ അയക്കുന്ന നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഏറ്റവും നല്ല വീഡിയോസൊക്കെ നിങ്ങളുടെ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ആക്കുക. അപ്പം ഓപ്പൺ ആക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് മാർക്ക് ചെയ്താൽ ഇവിടെ കാണാം നിങ്ങൾക്ക് സ്വിച്ച് അക്കൗണ്ട് എന്ന് കാണാം. അത് ഒന്ന് ടാപ്പ് ചെയ്താൽ ഇവിടെ പ്ലസ് ഐക്കൺ വരും. ഇവിടെ പ്ലസ് ഐക്കൺ വരും. ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു ഇമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുക. അക്കൗണ്ട് ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അത് പലവർക്കും അറിയാമായിരിക്കും. ചിലവരിൽ അക്കൗണ്ടുകൾ ഉണ്ടാകും, പക്ഷേ ഞാനൊന്ന് ഫസ്റ്റ് മുതൽ പറയുകയാണ്. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ബിസിനസ് എന്ന് എടുക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ എന്ന് എടുക്കാം. പക്ഷേ ഞാൻ ബിസിനസ് എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് അടിച്ചു. അതിനുശേഷം നമ്മുടെ ജനിച്ച മന്തും ഡേയും ഇയറും പിന്നെ നമ്മൾ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ വെറുതെ ഒരു ഡേറ്റ് കൊടുക്കുകയാണ്. മെയിലെന്ന് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ചു. അപ്പം നമ്മളുടെ ഇമെയിൽ ചിലവരിൽ വരും, ചിലവരിൽ നമുക്ക് അടിച്ചു കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഇമെയിൽ. അപ്പം എൻ്റെ വെറുതെ ഒരു ഇമെയിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ പാസ്വേഡ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നുണ്ട്. പാസ്വേഡ് അടിച്ചു കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇവിടെ അക്കൗണ്ട് സെറ്റായിട്ടുണ്ട്. ഇവിടെ സ്കിപ്പ് അടിച്ചതിന് ശേഷം നേരെ നമ്മൾ ചാനൽ ഇതാണ് നമ്മുടെ അക്കൗണ്ട് പിന്നെ നെക്സ്റ്റ് അടിച്ചാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് സെറ്റായിട്ട്. അതിനുശേഷം ഒന്ന് ലോഡായതിനു ശേഷം നേരെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഗൂഗിൾ അക്കൗണ്ടിലാണ് നമ്മളുടെ ചാനൽ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ചാനൽ എങ്ങനെ തുടങ്ങുകയെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ഗൂഗിൾ അക്കൗണ്ട് തെറ്റും അടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ നേരെ ഇതിലേക്ക് വന്ന് അതിന് ശേഷം നമുക്ക് അവിടെ ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ പേരും ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റ് പെട്ടെന്ന് നിൽക്കാം, നമുക്ക് പോയി. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് എ ചാനൽ കാണാം. ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നേരെ നമ്മൾ വേറൊരു ഇൻ്റർഫേസിലേക്ക് പോകും. അവിടെ നമുക്ക് ക്രിയേറ്റ് ചാനലിന് അടിയിലുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചാനൽ ഉണ്ടാക്കിയെന്ന് അവിടെ കാണിക്കും. അതിന് ശേഷം എന്ത് ചെയ്യാം, അത് ക്ലിക്ക് ചെയ്ത് പിന്നെയും കയറിയതിന് ശേഷം നമുക്കിവിടെ ഒരു പെൻസിൽ ഐക്കൺ കാണാൻ കഴിയും. അതിൽ നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചാനൽ സെറ്റിങ്സ് ഞാൻ ഓരോന്ന് പറഞ്ഞു തരാം. നമുക്കിവിടെ ഒരു പ്രൊഫൈൽ ഐക്കൺ കാണാൻ കഴിയും. ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അവിടെ നമ്മൾ പ്രൊഫൈൽ വെക്കാം. ഈ വലുത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ബാനർ വെക്കാനുള്ളതാണ്. അതിന് ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഉള്ളത് നമ്മുടെ പേര് ചേഞ്ച് ചെയ്യാം. അതിനായി ഇവിടെ ഒരു പെൻസിലുണ്ട്, ആ പെൻസിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള പേര് അവിടെ കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്കുള്ളത് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഹാൻഡിൽ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വെറുതെ ഒരു പേര്, അതായത് ഇമെയിൽ മാതിരിയുള്ള ഒരു സംഭവം അവിടെ കൊടുക്കാനുണ്ടാവും. അത് വെറുതെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ നമ്മുടെ ചാനൽ URL ആണ്. ഇത് നമ്മൾ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ അയച്ചു കൊടുക്കുമല്ലോ, അപ്പോൾ അതാണ് അയച്ചു കൊടുക്കുക. പിന്നെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു കാര്യം അവിടെ എഴുതി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ കാണും. അത് അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ ഇവിടെ പ്രൈവറ്റ് ആക്കിയിടണം, പബ്ലിക് ഒരിക്കലും ആക്കിയരുത്. പ്രൈവസി എന്നാണുള്ളത്, അതിൽ പ്രൈവറ്റാണ് നമുക്ക് വേണ്ടത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ചാനലാക്കാം. പിന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് അടിയിൽ വേറൊരു സാധനം കാണാം, ഇവിടെ ക്രിയേറ്റ് എന്ന് കാണാം. അത് നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പല സാധനങ്ങളുണ്ട്. ഷോർട്സ് അപ്ലോഡ് ചെയ്യാം, വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, ലൈവ്, പോസ്റ്റ്, ഇങ്ങനെ 4 സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോസും ഷോർട്സും ലൈവും ഒക്കെ ഇടാവുന്നതാണ്. ഇതിന് ശേഷം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത തമ്പനെയിൽ കൊടുക്കണമെങ്കിൽ അവിടെ നമ്മൾ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളവിടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം ഒരു OTP വരും, അതവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആവും. അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം ഇത്രയും നല്ലൊരു ചാനൽ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അതിൽ വീഡിയോ ഇട്ട് നല്ല റീച്ച് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുക. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. അവർക്കൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുള്ളവരിലേക്കൊക്കെ നിങ്ങൾ എത്തിക്കുക. അപ്പം താങ്ക് യു ഓൾ.